സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞതിന് ശേഷം അയാളുടെ മൈൻഡിൽ നടക്കുന്ന ചില ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അതിന് സ്പിരിച്വൽ റലത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സ്. അതിന് അത്യന്താപേക്ഷിതമായിട്ട് ആ വ്യക്തി ഒറ്റയ്ക്കാവേണ്ടതുണ്ട്. സോ ലോൺലിനെസ്, ഡിറ്റാച്ച്മെൻറ്റ്, ഭൂമിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതിയും ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥ. ഭൂമിയിൽ നിങ്ങളെ ഒന്നും പിടിച്ചു നിർത്താൻ പാടില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങൾക്ക് ആവശ്യമുള്ള ചിന്തകളിലേക്ക് പോകാൻ സാധിക്കണം. എക്സ്പീരിയൻസുകളിലേക്ക് പോകാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ബോണ്ടിങ്ങുകൾ ഇത്തരം സ്പിരിച്വൽ ജേർണിയിൽ ഒരു സ്ട്രഗിളായിട്ട് മാറും. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ്റെ കഥയിൽ ഫാമിലിയെ ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീബുദ്ധൻ സ്പിരിച്വൽ ജേർണിക്ക് പോകുന്നത്. ഇമോഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ സ്പിരിച്വൽ ജേർണിയിൽ ഇമോഷൻസിൻ്റെ വൈബ്രേഷൻസ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുകയും സ്പിരിച്വൽ റലത്തിലായിരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. സോ അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഡീപ്പായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ചുറ്റും ഒരു ഏകാന്തത ഉണ്ടായിരിക്കും. അയാൾ ഒറ്റയ്ക്കായിരിക്കും. അയാൾക്ക് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അയാൾ പർപ്പസ്ഫുള്ളി ഒരു റിലേഷൻഷിപ്പിനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അയാൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് കുറയുന്ന പോലെ ചിലപ്പോൾ തോന്നാം. കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ സ്പിരിച്വാലിറ്റിയിൽ കൊടുത്താൽ മാത്രമേ സ്പിരിച്വാലിറ്റിയുടെ മാക്സിമത്തിലേക്ക് പോകാൻ പറ്റൂ. ഇനി അതല്ല, ചെറിയ ലെവലിൽ നിന്നാൽ മതി എന്നാണെങ്കിൽ ഇമോഷൻസിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടാവാതെ റിലേഷൻഷിപ്പുകളെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് സന്യസ്തർ എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാത്തവരായി മാറുന്നത്. അവർക്ക് ആരോടും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവുന്നില്ല. അവർക്ക് ആരോടും ഇമോഷണൽ റിലേഷൻഷിപ്സ് ഇല്ല. അതുകൊണ്ട് അവരുടെ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കും. സോ അവർക്ക് ഏതൊരു നോളജിലേക്കും പോകാൻ സാധിക്കും.